ഹലോ എവ്രി വൺ, വെൽക്കം ടു JM അക്കാഡമി. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിനെ പറ്റി ഒരുപാട് ഡൗട്ട്സ് ആണ് സ്റ്റുഡൻസിന്റെ ഇടയിലുള്ളത്. എങ്ങനെ ഒരു നേഴ്സായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാം, ജർമ്മൻ ഡിഫിക്കൽട്ട് ആണോ, എത്ര നാളെടുക്കും ഇത് പാസ് ആവാനായിട്ട്, ഇതൊക്കെയാണ് സ്റ്റുഡൻസിന്റെ മെയിൻ കൺസേൺസ്. ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു BSc അല്ലെങ്കിൽ GNM നേഴ്സിന് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്ത് ജർമ്മനിയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജർമ്മൻ ലാംഗ്വേജ് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് B2 ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് റിക്വയർമെന്റ് ആയിട്ട് എംപ്ലോയേഴ്സ് ചോദിക്കുന്നത്. B2 ലെവൽ എന്ന് പറയുമ്പോൾ A1, A2, B1, B2 ഒരു ലാംഗ്വേജിന്റെ ലെവൽസ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത് പോലെ തന്നെയാണ്. അതിൽ A1 ആൻഡ് A2 എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ബേസിക് ഗ്രാമേഴ്സ് ആണെങ്കിൽ B1, B2 ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കെയർ പ്ലാൻ എഴുതുമ്പോഴാണെങ്കിലും പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും എംപ്ലോയറിനോട് സംസാരിക്കുമ്പോഴും ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ B2 ലെവൽ റിക്വയർമെന്റ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു 6 മുതൽ 7 മാസം കൊണ്ട് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ വരെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു ലാംഗ്വേജ് ആണ് ജർമ്മൻ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ നമ്മൾ ക്യാമറ എന്ന് പറയും, CAMERA. അതിന്റെ സ്പെല്ലിംഗ് ജർമ്മൻ ലാംഗ്വേജിൽ വരുമ്പോൾ KAMERA എന്ന് വരും. സോ പ്രൊനൗൺസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് അതിന്റെ ആ ഒരു സ്പെല്ലിങ്ങും വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടഫ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാനുള്ളൊരു താല്പര്യവും അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു താല്പര്യവും പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമ്പം ഗിവ് അപ്പ് ചെയ്യാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നതിലൂടെ ഒരു 6-7 മാസം കൊണ്ട് നിങ്ങൾക്ക് B2 ലെവൽ വരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു B1 ലെവൽ പാസ്സായ കാൻഡിഡേറ്റ്സിനെ എംപ്ലോയേഴ്സ് ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. ഇന്റർവ്യൂവിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് +2ന്റെ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടാണ് അവർ കൺഫർമേഷൻ തരുന്നത്. പിന്നീട് നിങ്ങൾ ജർമ്മൻ പഠിച്ച ഫീസ്, എക്സാം ഫീസ്, ഫ്ലൈറ്റ്, അതുപോലെ തന്നെ എയർപോർട്ടിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ അല്ലെങ്കിൽ റീഇംബേഴ്സ് ചെയ്ത് എംപ്ലോയേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. സോ ജർമ്മനിയിലോട്ട് ഒരു നഴ്സസിന് പോകാൻ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് എന്നുള്ളതും ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഈ ഒരു വീഡിയോ ജർമ്മൻ എഴുതാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും JM അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാം.